ഷെക്കൈന ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മാതൃഭവനത്തിലേക്ക് സ്വാഗതം. പെന്തക്കോസ്ത് സഭയിൽ നിന്നും പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ സഭയുടെ നേതൃസ്ഥാനത്ത് നിന്നും കത്തോലിക്ക സഭാ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന പാസ്റ്റർ സജിത് ജോസഫുമായിട്ടുള്ള അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടു. അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ബ്രദറെ, ഈ എപ്പിസോഡിൽ നമ്മളറിയാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ എന്തുകൊണ്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ജന്മം കൊണ്ട് താങ്കളൊരു കത്തോലിക്കനായിരുന്നു, അതിൽ തന്നെ ഒരു പാലക്കാരൻ കത്തോലിക്കനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോയത് എന്നറിയാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക്, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വളരെ താല്പര്യമുണ്ട്. ഞാൻ പോയി എന്ന് പറയുന്നതിലുപരി എൻ്റെ പേരൻസ് പോയി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ക്ലാരിറ്റി അതിനകത്ത് വരുന്നത്. അപ്പം ഞാൻ വാസ്തവത്തിൽ പെന്തക്കോസ്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ അതിൻ്റെ ഭാഗമായി നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം അതിന് എൻ്റെ പേരൻസ് പോകുവാൻ തന്നെ കാരണമായത് നമ്മുടെ വീടുകളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞ് വീട് തോറും ഇങ്ങനെ പാസ്റ്റർമാരും സുവിശേഷ അറിയിക്കുന്നവരും വരാറുണ്ട്. അപ്പോൾ എൻ്റെ മമ്മി ഈ സുവിശേഷത്തോടും ദൈവവചനത്തോടും ഒക്കെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരല്ലേ, വീട്ടിൽ കയറി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കും ഒരു നന്മയല്ലേ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കയറ്റാനും പ്രാർത്ഥിക്കാനും ഇടവന്നു. അപ്പം ആദ്യത്തെ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം രണ്ടാമത്തെ ദിവസം അവർ തുടർമാനമായ ബൈബിൾ എടുത്തുള്ള വിശദീകരണം തുടങ്ങി. അപ്പം മമ്മി സൺഡേ സ്കൂളിലെ ടീച്ചറായിരുന്നു, പള്ളിയിൽ മിഷൻ ലീഗിലും യൂത്ത് മൂവ്മെൻറ്റുകളിലും ഡോൺ ബോസ്കോയിലും എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവ് ആയിരുന്നതുകൊണ്ട് 10 വിവാഹ വാർഷികത്തിന് അടുപ്പിച്ച് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥന അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിയതുകൊണ്ട് അന്നത്തെ കാലത്ത് വീട്ടിലേക്ക് അച്ഛൻ ഒരു ബൈബിള് കൊടുത്തു വിട്ടു. ആർത്തിയോടെ കൊണ്ടുവന്ന് ആ ബൈബിള് മുഴുവൻ രാത്രിയിലും പകലും ഇരുന്ന് വായിക്കുന്ന ഒരു മമ്മിയെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പം വളരെ ഭക്തയായ ഒരു സ്ത്രീ, വളരെ ഭക്തയായ ഒരമ്മ. ആ അമ്മയുടെ അടുക്കലേക്ക് പാസ്റ്റർമാർ കടന്നു വന്ന് ഒരു 100 ചോദ്യങ്ങൾ ചോദിക്കാനിട വന്നു. അപ്പോൾ ഒരു സാധാരണ കത്തോലിക്ക ഒരു മാതാവ് എന്ന നിലയിൽ പല കാര്യങ്ങൾക്കും ഒരു പ്രതിരോധത്തിൻ്റെ മതിൽ തീർത്തുവെങ്കിലും പ്രതിരോധത്തിൻ്റെ മതിലുകൾക്കപ്പുറത്ത് അവരുടെ ചോദ്യങ്ങൾ വലിയൊരു ചിന്താക്കുഴപ്പം മമ്മിയിൽ സൃഷ്ടിച്ചു. ആ ചോദ്യങ്ങൾ ഏകദേശം 60-ലധികം ചോദ്യങ്ങൾ അവർ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ എൻ്റെ മമ്മി എഴുതി വെച്ച് ഈ ചോദ്യങ്ങളുമായിട്ട് ആ ചോദ്യങ്ങൾക്കൊന്നിനും അമ്മയ്ക്ക് മറുപടി പറയാനായിട്ട് സാധിച്ചില്ല. ബൈബിളിലുള്ള പരിചയക്കുറവായിരിക്കണം ഒരുപക്ഷെ കാരണം ബൈബിൾ അന്നത്തെ കാലത്ത് വീടുകളിലൊന്നും സുപരിചിതമായിട്ട് ഇല്ല. ഇന്നെന്ന പോലെ ഏകദേശം ഏത് കാലയളവിലായിരിക്കും, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ വളരെ നന്നേ ചെറുപ്പത്തിലുള്ളതാണ്. അപ്പം ആ സമയത്ത് ബൈബിൾ വളരെ അപൂർവമാണ് വീടുകളിൽ. ഞങ്ങളുടെ വീടുകളിലൊക്കെ ബൈബിളിലുള്ള ഏക വീട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീടായിരുന്നു. കാരണം ഈ വിവാഹ വാർഷികത്തിന് 10 വർഷം അടുപ്പിച്ച് പോയപ്പം പള്ളിയിലച്ഛൻ ഗിഫ്റ്റ് കൊടുത്തതാണ് ആ ബൈബിള്. അങ്ങനെ ആ ബൈബിള് വായിച്ച് ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ബൈബിൾ കുറേ ദിവസങ്ങൾ പരുതി. അപ്പോഴാണ് അച്ഛൻ്റെ അടുക്കൽ പോയി ചോദിക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തി. അച്ഛൻ എന്ന് പറഞ്ഞാൽ വികാരി, നമ്മുടെ പള്ളിയിലെ, ഞങ്ങളുടെ കാപ്പിമല പള്ളിയിൽ, തലശ്ശേരി അതിരൂപതയിൽ കാപ്പിമല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പം തലശ്ശേരിയിലെ അച്ഛൻ്റെ അടുക്കൽ പോയി ചോദിക്കാം എന്ന് വിചാരിച്ചു. അച്ഛൻ വളരെ പ്രായം ചെന്ന ഒരച്ഛനായിരുന്നു. അച്ഛൻ അപ്പം പതിവില്ലാതെ ഇങ്ങനെ മമ്മി ചോദ്യങ്ങളുമായിട്ട് ചെന്നപ്പോൾ അച്ഛനെ തന്നെ വളരെ അതിശയിപ്പിച്ചു. ഇതെന്താ റോസമ്മേ, നിനക്ക് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ, ഇപ്പം നീ ആരുടെയെങ്കിലും കെണിയിൽ പെട്ടുപോയോ എന്ന് ചോദിച്ചു. അപ്പം മമ്മിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു, നീ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പഠിച്ചാൽ മതി. നിന്നോട് ആര് പറഞ്ഞു ഈ ബൈബിളിലെ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ആ ചോദ്യം വീണ്ടും അവശേഷിച്ചു. പക്ഷേ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഈ പാസ്റ്റർമാർ വീട്ടിൽ വന്നിങ്ങനെ ഓരോ ദിവസവും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും സഭയിൽ നിന്ന് അകലുകയും ഈ പാസ്റ്റർ പറഞ്ഞ ഉപദേശത്തിലേക്ക് അടുക്കുകയും ചെയ്തു. ഒരു ദിവസം കൊണ്ട് സംഭവിച്ച ഒരു കാര്യമല്ല. പിന്നീട് ആ പാസ്റ്ററും ഭാര്യയും വീട്ടിൽ വന്ന് താമസിക്കുകയും അവർ ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ വീടിൻ്റെ ഒരു അംഗമായി മാറുകയും ഇങ്ങനെ ബൈബിൾ ക്ലാസ്സുകൾ വീട്ടിൽ നടത്തുകയും കുറേ കാര്യങ്ങൾ ഇങ്ങനെ 60 ചോദ്യങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം അവർ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി
അന്ന് അന്വേഷിച്ച ഇടത്ത് നിന്ന്, അതായത് നമ്മുടെ പള്ളിയിൽ നിന്ന്, വികാരി അച്ഛനിൽ നിന്ന് ഒരു കൃത്യമായ ഒരു മറുപടി ലഭിച്ചില്ല എന്നുള്ളതാണ്. ഒരു പരിധിവരെ അങ്ങനെ പറയാം. അതിപ്പം ആ അച്ഛന് വളരെ ആത്മീയനായ, വളരെ ഭക്തനായ ഒരു പിതാവ് തന്നെയാണ്. അപ്പോൾ പിതാവ് ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നില്ല. കാരണം റോസി എന്ന് വിളിച്ച് റോസമ്മ എന്ന് പേരുള്ള പിതൃവാത്സല്യത്തോടെ കാണുന്ന ഒരു മകളിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുറേ ഒഫീഷ്യൽ ചോദ്യങ്ങളൊന്നും അച്ഛൻ എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഇടപെടലുകൾ വളരെ ഒരു സുതാര്യമായ ഒരു ഇടപെടലല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പിതൃവാത്സല്യത്തോടെ നീ എന്തിനാടി മോളെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചിന്തിക്കുന്നത്? സഭ ഉണ്ടാക്കിയതാടി മോളെ ബൈബിള്, അതല്ലാതെ നീ സഭയൊന്നും ചോദ്യം ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല, പിതാക്കന്മാരായിട്ട് വന്ന ഒരു വിശ്വാസം നിനക്ക് കയ്യിലില്ലേ എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞ വിശ്വാസമല്ലേ നിന്നെ ഇവിടം വരെ എത്തിച്ചത്. അതെ, അത് തന്നെ, ആ വിശ്വാസമല്ലേ നിന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതങ്ങ് വിടുകയായിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾക്കെല്ലാം അക്കമിട്ട് അടിവരയിട്ട് ഉത്തരം പറയാൻ ഈ വന്ന പാസ്റ്റർമാർ രാത്രികൾ പകലാക്കി വീട്ടിലിരുന്ന് നടത്തി. അങ്ങനെ പാലായിൽ എന്ന് പറഞ്ഞ പോലെ കൊട്ടാരത്തിൽ കുടുംബത്തിൽ നിന്ന് 8 സഹോദരങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റ ആ വീട്ടിലെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു എൻ്റെ ഡാഡി, ഏറ്റവും മൂത്തയാൾ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് പെന്തക്കോസ്തിലേക്ക് എൻ്റെ കുടുംബം പോവുകയാണ്. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. അപ്പോൾ അവരന്ന് ഉയർത്തിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത പേജിൽ തന്നെയുണ്ട്, ബൈബിളിൽ തന്നെ അടുത്ത പേജിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടോ അവർ അടുത്ത പേജിലുള്ള ഉത്തരം കാണിക്കാതെ ചോദ്യം ഉയർത്തുകയും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാൻ കഴിയാതെ സാധാരണക്കാരിയായ എൻ്റെ മമ്മിയെ വലയ്ക്കുകയും ചെയ്ത ഒരു ചിത്രമാണ് കണ്ടത്. എന്നിട്ട് അവർ പറഞ്ഞ ഉത്തരം കൃത്യതയുള്ളതാണെന്ന് അവർ വരുത്തി തീർക്കുകയും, അങ്ങനെയാണ് ഇപ്പം ഞാനതിനെ മനസ്സിലാക്കുന്നത്. ഈ സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്ന, അതെ അതെ, ഭക്തസംഘടനകളിലെ അംഗമായിരുന്ന അങ്ങനെയുള്ള ഒരു സഹോദരി സഭയിൽ നിന്ന് മാറി മറ്റൊരു വിശ്വാസത്തിലേക്ക്, പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊന്നും, ഒരുപാട് ശ്രമങ്ങളുണ്ടായിരുന്നു. അന്ന് പള്ളി കമ്മിറ്റിയിൽ തന്നെ ആൾക്കാർ വീട്ടിൽ വരികയും ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഇവർ തെളിയിച്ചു കൊടുക്കുന്ന ട്വിസ്റ്റുകൾ, അത് വേഗത്തിൽ പെട്ടെന്നൊരാൾക്ക്, ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന ട്വിസ്റ്റുകളല്ല ഇവർ ഉണ്ടാക്കുന്നത്. ഒരു ലോക്ക്ഡാക്കി ഉള്ള ഒരു ട്വിസ്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ മമ്മിയോട് ആദ്യം ചോദിച്ചതാണ് പുറപ്പാട് പുസ്തകത്തിൽ, ഞാൻ ആ വാക്യം വേണമെങ്കിൽ എടുത്തിട്ട് വായിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ സ്ഥിതിയിലുള്ളവർക്ക് പ്രയോജനപ്പെടുമായിരിക്കും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അപ്പോൾ ഈ വാക്യം എടുത്തിട്ട് എൻ്റെ മമ്മിയോട് പറയുകയാണ്, പുറപ്പാട് 20-ന്റെ 4 ബൈബിൾ പറയുന്നു ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീത സ്വർഗത്തിലും താഴെ ഭൂമിയിലുമുള്ള യാതൊന്നിൻ്റെയും സ്വരൂപം ഉണ്ടാക്കുകയോ അതിനെ, മറ്റൊരു ഭാഗത്ത് പറയുമ്പോൾ അതിനെ വണങ്ങുകയോ അരുത് എന്ന് വിശദീകരിക്കുകയാണ്. അപ്പം മമ്മി എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കത്തോലിക്ക സഭയിലേക്ക് നോക്ക്, മൊത്തം വിഗ്രഹങ്ങളാണ്. യേശുവിൻ്റേതുണ്ട്, യേശുവിൻ്റെ രൂപമുണ്ട്, പരിശുദ്ധ അമ്മയുടെ മാതാവിൻ്റെ രൂപമുണ്ട്, പുണ്യാളന്മാരുടെ രൂപങ്ങളുണ്ട്, തിരുക്കുടുംബത്തിൻ്റെ രൂപമുണ്ട്, മാലാഖമാരുടെ രൂപങ്ങളുണ്ട്. ഇതെല്ലാം വിഗ്രഹാരാധനയാണെന്ന് അവർ സ്ഥാപിച്ചു. ഇത് വിഗ്രഹാരാധനയാണെന്ന് സ്ഥാപിച്ചു. അപ്പം പുറപ്പാട് 20-ന്റെ 4 പെട്ടെന്ന് നോക്കിയപ്പോൾ, കാരണം ഈ വാക്യം ഇവരിത് മാത്രം പഠിച്ച് ഇത് മാത്രം അടിച്ചേൽപ്പിക്കാൻ വന്നവരായതുകൊണ്ട് അവിടെ പെട്ടെന്നൊരു ഉത്തരം കണ്ടെത്താൻ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് കഴിയുകയില്ല. പക്ഷേ അതിൻ്റെ ഉത്തരം തൊട്ട് താഴെ തന്നെയുണ്ട്. അതേ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ കൽപ്പന കൊടുക്കുകയാണ്. എന്താണ്? പൊന്നുകൊണ്ടുള്ള 2 കെരൂബുകളെ ഉണ്ടാക്കണം. അതായത് 20-ന്റെ 4 വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്ന് കൽപ്പിച്ച ദൈവം തന്നെ 25-ാം അധ്യായത്തിൻ്റെ, അത് 5 അധ്യായം കഴിഞ്ഞപ്പം 18-ാം വാക്യത്തിൽ പൊന്നുകൊണ്ടുള്ള 2 കെരൂബുകളെ ഉണ്ടാക്കണം, കൃപാസനത്തിൻ്റെ 2 അറ്റത്തും പണിയായ പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. 25-ന്റെ 19-ാമത്തെ വാക്യം, ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം, കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളതായി 2 അറ്റത്തും ഉണ്ടാക്കണം. അപ്പം കെരൂബ് എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള മാലാഖമാരാണ്, സ്വർഗജീവിയാണ്. ആ സ്വർഗജീവിയുടെ രൂപം ഭൂമിയിലെ പെട്ടകത്തിൻ്റെ മേളിൽ ഉണ്ടാക്കി വെക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അപ്പം മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലുള്ള യാതൊന്നിൻ്റെയും സ്വരൂപം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം തന്നെ അവിടെ എന്ത് ചെയ്യുന്നു?
സ്വരൂപം ഉണ്ടാക്കാൻ പറയുന്നു. ഉണ്ടാക്കിയെന്നും 25-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ എന്ത് ചെയ്യാം നമുക്ക് കാണാം. 20-ാം വാക്യത്തിൽ കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായി നിൽക്കുകയും വേണം. അപ്പം ഈ അവിടെയാണ് ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ 25-ന്റെ 18 കാണിക്കില്ല, 20-ന്റെ 4 കാണിച്ചിട്ട് പറയും. അവിടെ അത് സാധാരണക്കാരി എങ്ങനെ ആ ട്രാപ്പിൽ പെടാതിരിക്കുമെന്ന് പറയും. കാരണം വളരെ ഭക്തിയായ ഒരു സ്ത്രീ, ഇന്നും എൻ്റെ ഒരു ആത്മീക മാർഗദർശി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. കാരണം എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ആഴം അത് ഇന്നും ഞാൻ അനുസ്മരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയ വചനത്തോടുള്ള ആർത്തി, സാധാരണ ഒരു വചനത്തോടുള്ള ആർത്തിയല്ല. സാധാരണ ഒരു വചനത്തോടുള്ള ആർത്തിയുള്ളവരൊക്കെ ഇപ്പോൾ സന്ധ്യ നമസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം ഒരധ്യായം സങ്കീർത്തനം വായിച്ച് ഒരധ്യായം സുവിശേഷവും വായിച്ച് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ മമ്മി അങ്ങനെയല്ല. ഹോൾ ബൈബിൾ 8ഉം 10ഉം പ്രാവശ്യം വായിച്ച് കഴിഞ്ഞിട്ടും അതിൻ്റെ നോട്ട് എഴുതി മനസ്സിലായ കാര്യങ്ങൾ എഴുതി അന്നത്തെ റേഡിയോ പ്രഭാഷണങ്ങൾ കേട്ട് അവർക്ക് കത്തെഴുതി കോഴ്സുകൾ പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്ന് ഒരല്പമല്ലാത്ത വചനത്തോട് വലിയ അന്വേഷണത്വരയുണ്ടായിരുന്നു. അന്വേഷണത്വരയും ആർത്തിയും ഉണ്ടായിരുന്നു. കാരണം ആ മാതാപിതാക്കൾ അങ്ങനെ വളർത്തി. മമ്മിയുടെ പപ്പായും അവരൊക്കെ പാലായിൽ നിന്ന് പോയ ത്രിട്ടയിൽ ഫാമിലിയാണ്. അവർ വലിയ ഭക്തരായ കുടുംബമാണ്. ഡാഡിയുടെ ഫാമിലി കൊട്ടാരത്തിൽ ഫാമിലിയാണ്. 2 കുടുംബവും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ കന്യാസ്ത്രീമാരും വൈദികന്മാരും ഒക്കെ ഉള്ള കുടുംബം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തിക്കൊരു കുറവും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അന്വേഷണത്വര നടത്തി. പക്ഷേ 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം കാണിച്ച് ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് 25-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം കൊണ്ട് ഇതിനെ കൗണ്ടർ ചെയ്യാൻ ആ പാവത്തിന് വചനത്തിൽ പരിജ്ഞാനം ഉണ്ടായില്ല. എന്നാൽ വന്നയാളായിക്കോട്ടെ വളരെ തന്ത്രപരമായി ഇത് കാണിക്കാതെ അത് കാണിച്ച് നോക്കൂ നിൻ്റെ സഭയിലുള്ളതെല്ലാം തെറ്റാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനിട വന്നു. അപ്പോൾ ഇത് അതിൽ ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ മറ്റൊരു കാര്യം, സ്വർണ്ണാഭരണങ്ങൾ വർജിക്കുക എന്നുള്ളത് പത്രോസിന്റെ ലേഖനത്തിൽ നിന്നെടുത്ത് പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ അല്ല നിങ്ങളുടെ വ്യക്തിത്വം, ആന്തരികമായ സൗന്ദര്യമാണെന്ന് പറയുന്ന ആ ഉപദേശത്തിൽ നിന്നൊക്കെ ബന്ധക്കോസ്തുകാർ മാറി. ഇപ്പം കമ്മൽമാലയൊന്നും ഊരണമെന്നൊന്നും ആരും പറയുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം അവർ എൻ്റെ മമ്മിയൊക്കെ കമ്മൽമാല ഊരിച്ചതായിരുന്നു. അതിനെ ആസ്പദമാക്കിയവർ പറഞ്ഞത് യാക്കോബ് യാത്ര ചെയ്തപ്പം ഒരു പ്രത്യേക സ്ഥലത്തെത്തി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് കരുവേലയത്തിൻ്റെ ചോട്ടിൽ തങ്ങളുടെ ആഭരണങ്ങളെല്ലാം കുഴിച്ചിട്ടു. അപ്പം ആ പഴയ നിയമത്തിലെ വാക്ക് എടുത്തിട്ടായിരുന്നു നമ്മൾ യേശുവിൻ്റെ കൂടെ യാത്ര തുടങ്ങുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ആഭരണത്തെ എല്ലാം വർജിക്കണം എന്നുള്ള ഉപദേശം കൊടുക്കുകയും ലോക്കറി വെക്കാം അല്ല കുഴിച്ചിടണം എന്നുള്ള അന്ന് കുഴിച്ചിട്ടു, ഇന്ന് ലോക്കറി വെക്കാം. അല്ല, അന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ മമ്മി പഴി കേട്ടത് ഈ ആഭരണവർജനം നടത്തിയെന്ന കാരണത്താലായിരുന്നു. കാരണം ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നൊന്നും ആരും ഇങ്ങനെ ആഭരണവർജനം നടത്തി, പ്രത്യേകിച്ച് മലബാറിൽ കണ്ണൂർ ഒന്നും ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ വലിയ നിന്ദയും അപമാനവും. സ്വന്തം അപ്പൻ്റെ അനുജൻ്റെ പോലും കല്യാണത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ചേച്ചിയെന്ന് അമ്മയെന്ന സ്ഥാനത്ത് കണ്ട് ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ചേച്ചിയമ്മയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന അനുജന്മാരെ അവരുടെ വിവാഹത്തിന് പോലും മമ്മിയെ വിളിച്ചില്ല. കാരണം ഈ സ്ഥിതി നീ വന്നാൽ ചേച്ചി വന്നാൽ ഞങ്ങൾക്ക് നാണക്കേടാണെന്ന് പറഞ്ഞു. അന്നത്തെ വിശ്വാസ തീഷ്ണതയിൽ അതൊന്നും ഗണ്യമാക്കിയില്ല. അല്ല, അന്നത്തെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ ഈ പെന്തക്കോസ്തുകാർ അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കണം. എൻ്റെ നാമനിമിത്തം സഹോദരനെയോ സഹോദരിയെയോ വീടോ നിലമോ ഒക്കെ നഷ്ടപ്പെട്ടാലും 100 മടങ്ങ് കിട്ടും. സ്വർണ്ണത്തെ പ്രതി ഇതൊന്നും ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരതായിട്ട് വ്യാഖ്യാനിച്ച് ഇതുകൂടെ അനുഭവിച്ചോ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ കൂടുക. എന്നിട്ട് 10 വർഷം കഴിഞ്ഞപ്പം ആൾക്കാരെ ആരെയും കിട്ടുന്നില്ല. ആൾ കിട്ടാഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം, VT അബ്രഹാം എന്ന് പറയുന്ന ആദരണീയനായ ആ അഭിഷിക്തൻ സൂപ്രണ്ടായിരിക്കുന്ന, അവിടെ ഈ സൂപ്രണ്ടും ഓവർസിയറും അങ്ങനെയൊക്കെയുള്ള, നിങ്ങൾക്കത് പരിചയമില്ലായിരിക്കും, അദ്ദേഹം തന്നെ മലബാറിലുള്ള വിശ്വാസികൾക്ക് ഇനി ആഭരണവർജനം നടത്തേണ്ട എന്ന ഒരു പ്രഖ്യാപനം നടത്തി 10 വർഷത്തിന് ശേഷം. അപ്പോൾ അന്നേരത്തേക്കും ആവശ്യത്തിലധികം നിന്ദയും അപമാനവും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആഭരണം ഇടാതെ അതങ്ങ് ശീലമായി പോയി, ആഭരണം ഇല്ലാതെ നടക്കുന്ന ശീലമായി പോയി, വലിയ നിന്ദയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പേറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ശരിക്കും ഒരു വാക്യം കൊണ്ടുണ്ടാക്കുന്ന ഒരു സൈഡിൽ പ്രിൻ്റ് ചെയ്ത ഒരു നോട്ടാണ്, അതാണ് കറക്റ്റ് വാക്ക്. പക്ഷേ ആ ഒരു സൈഡ് കാണിച്ചിട്ട് ആൾക്കാരോട് പറയും, നോക്ക് ഗാന്ധിത്തലയുണ്ട്, റിസർവ് ബാങ്കിലെ ഗവർണറുടെ സൈനുണ്ട്, പക്ഷേ അതിൻ്റെ മറുഭാഗം നോക്കുവാൻ ആൾക്കാർ തയ്യാറാകുന്നുവെങ്കിൽ ഈ ദൈവശാസ്ത്രം വളരെ വ്യക്തമായി ഫോഷ്കാണെന്ന് വ്യക്തമായി ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നു, യാക്കോബ് കല്ലെടുത്ത് നാട്ടി എണ്ണയൊഴിച്ച് യഹോവ ഈ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു ഉൽപ്പത്തിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുമ്പം കെരൂബുകളെ ദൈവം ഉണ്ടാക്കാൻ കൽപ്പിക്കുന്നു.
അവിടെ തന്നെ പിച്ചള സർപ്പത്തെ ദൈവം ഉണ്ടാക്കാൻ പറയുന്നു. അപ്പം ആ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിൽ നോക്കുന്നവന് സൗഖ്യം കിട്ടുന്നു, അല്ലാത്തവൻ മരിച്ചു പോകുന്നു. പിന്നീട് നമ്മൾ ഇതിലേക്ക് ലേവ്യ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പം പെട്ടകം ഉണ്ടാക്കുന്നു, പെട്ടകത്തിനകത്ത് ഓരോ വസ്തുക്കൾ ഉണ്ടാക്കി വെക്കുന്നു. പെട്ടകം തന്നെ ഒരു വിഗ്രഹമല്ലേ? സമാഗമന കൂടാരം ഉണ്ടാക്കുന്നു. അപ്പം ഈ കാഴ്ചപ്പാടൊന്നും വിശദീകരിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരൊറ്റ വാക്യം ഏതാ? പുറപ്പാട് 20:4 എടുത്തിട്ട് പറയുകയാണ്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും യാതൊന്നിൻ്റെയും സ്വരൂപം ഉണ്ടാക്കുകയോ അവയെ വണങ്ങുകയോ ചെയ്യരുതെന്ന് പറയുന്ന ഒറ്റ വിഷയത്തിലേക്ക് പെട്ടെന്ന് വരികയാണ്. അപ്പോൾ സാധാരണക്കാരൻ അതിനകത്ത് വീണുപോകും. കാരണം എല്ലാ വാക്യങ്ങളിലൂടെ പോയിട്ടുള്ള പരിശീലനം സാധാരണക്കാരന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവർക്ക് ഈ വിഷയത്തിൽ ആൾക്കാരെ എങ്ങനെ സഭയിൽ നിന്ന് അകറ്റാം എന്നുള്ളതിൽ ഭയങ്കര ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എനിക്കും ആ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഫലപ്രദമായിട്ട് അത് വിറ്റഴിക്കാനും കഴിഞ്ഞു. ഇത് പരമ്പരാഗതമായ സുറിയാനി കുടുംബങ്ങളിൽ അത്ര കണ്ട് പറ്റിയില്ലെങ്കിലും സമൂഹത്തിൽ അല്പം താഴ്ന്ന തട്ടിലൊക്കെ ഉള്ളവരുടെ ഇടയിൽ അത് വളരെ വ്യാപകമായിട്ട് വിറ്റൊഴിക്കുന്നതിൽ വിജയിച്ചു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ആൾക്കാർ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുകയും അത്ര കണ്ട് ഈ വ്യാപാരം നടക്കാതിരിക്കുകയും ചെയ്തപ്പം ഒരു പുതിയ ട്രെൻഡ് എന്ന നിലയിൽ പഴയ കുപ്പിയിൽ മരുന്ന് ഒരു പുതിയ കുപ്പിയിലേക്ക് പടർന്ന് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പുതുതലമുറ സഭ എന്ന് പറയുന്ന വേറൊരെണ്ണത്തെ രൂപകൽപ്പന ചെയ്ത് അവരുടെ ഓഫറുകൾ വ്യത്യസ്തമാണ്. അവർ പറയുന്നു സ്വർണ്ണം ഇടാം, മീശ വെക്കാം. ഇവരാകുമ്പോൾ മീശ പറ്റില്ല, സ്വർണ്ണം ഇടാൻ പറ്റില്ല, വെള്ളക്കുപ്പായം ഇടണം. അപ്പോൾ ഈ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നതിൻ്റെ ഭാഗമായിട്ടാണോ ബ്രദർ ഈ താടിയൊക്കെ വെച്ചത്? നേരത്തെ ക്ലീൻ ഷേവിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഒരു 7 വർഷമായിട്ട് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അന്വേഷണത്തിലായിരുന്നു. ആ സമയങ്ങളിൽ തന്നെ ഞാൻ ക്ലീൻ ഷേവൊക്കെ മാറ്റിയിരുന്നു. പിന്നെ അതുമായിട്ടൊന്നും അതിന് ബന്ധമുണ്ടെന്ന് തോന്നില്ല. അപ്പോൾ ഇങ്ങനെ അപ്പോൾ തന്നെ കാളക്കുട്ടിയുടെ മേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. അപ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ ട്വിസ്റ്റ് ഉണ്ടാക്കുക. നോക്കൂ, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അഹരോൻ്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയുടെ ആരാധന അരങ്ങ് തകർത്ത് ആടുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം അതിന് ജ്വലിച്ചു. യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ബാക്കി 3000 പേരെ കൊന്നുകളഞ്ഞു. അപ്പോൾ കണ്ടു, വിഗ്രഹാരാധകരുടെ മേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ കാണുന്നു ദൈവം കുതിരമുഖമുള്ളതിനെ ഉണ്ടാക്കാൻ ശലോമോൻ്റെ ദേവാലയത്തിൽ പറയുന്നു. ശലോമോൻ്റെ ദേവാലയം മുഴുവൻ എന്തായിരുന്നു? സിംഹമുഖമുള്ളതും കുതിരമുഖമുള്ളതും ഓരോ രൂപത്തിലുള്ളതും പെട്ടകം മുതൽ ഇങ്ങനെ വിഗ്രഹങ്ങൾ ഒരുപാട് കാണാം. അപ്പോൾ ഇതാകെ കൺഫ്യൂഷനാക്കും ഇവർ വന്നിട്ട്. വിഗ്രഹം ഉണ്ടാക്കിയവരെ അത് പൊടിപ്പിച്ചു കുടിപ്പിച്ചു. അവരോട് പറഞ്ഞു, അന്യദേവനെ സേവിക്കുന്ന നിങ്ങളുടെ മേൽ ശാപം ഉണ്ടാകും 4 തലമുറ. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് വീട്ടിൽ പറയുകയാണ്, മക്കളുടെ മേൽ ശാപം വരും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരെന്ത് ചെയ്യും? ഇതിൽ വീണു പോവും. ശരിക്കും എന്താണ് അതിൻ്റെ അകത്ത് സത്യം? എന്താണ്? തൻ്റെ ദൈവത്തെ ആരാധിക്കാൻ താൻ കണ്ടെത്തുന്ന വസ്തുക്കളെയും ബിംബങ്ങളെയും വിഗ്രഹാരാധനയായി ബൈബിളിൽ പറയുന്നില്ല. എന്നാൽ തൻ്റെ ദൈവത്തെ വിട്ട് അന്യ ദൈവത്തെ ആരാധിക്കാൻ, ഇപ്പോൾ ബാലെന്ന ദൈവത്തെ ആരാധിക്കാൻ കാളക്കുട്ടി ഉണ്ടാക്കി. അതിനുമേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. എന്നാൽ തൻ്റെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കരൂപ് ഉണ്ടാക്കി. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചില്ല. അത് ഉണ്ടാക്കാൻ കൽപ്പിച്ചതും ദൈവമാണ്, അത് ഉണ്ടാക്കിച്ചതും ദൈവമാണ്, അത് ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞ ദൈവമാണ്. അതിൻ്റെ ചിറകി വിടർന്നിരിക്കണം. ശരിക്കും സമാഗമന കൂടാരത്തിന് മുമ്പിൽ ഇങ്ങനെയായിരിക്കുന്നത്. ഞാൻ ഈ കൈ വെച്ചിരിക്കുന്നത് എങ്ങനെയോ ഇതേ രൂപത്തിലായിരിക്കുന്നത്. അപ്പോൾ ബ്രദറെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പുറപ്പാടിൻ്റെ 20:4 നമുക്കത് എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കാനായിട്ട്? അതാ ഞാൻ പറഞ്ഞത്. ആ പുറപ്പാട് 20:4 വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട കൺവിക്ഷൻ, വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് അന്യദൈവ ആരാധനയിലേക്ക് നിങ്ങൾ പോകരുത് എന്നുള്ള ചിന്തയിൽ. എന്നാൽ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ സാന്നിധ്യം പേറുന്ന വസ്തുക്കൾ, സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, ആ എലമെൻറ്റുകൾ ദൈവവചനത്തിൽ എതിരല്ല. കാരണം അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവത്തെ ആരാധിക്കുമ്പം രൂപം ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞേ. പക്ഷേ ആരാധന അവിടെ ആർക്കല്ല പോകുന്നത്? കെരൂബിനല്ല പോകുന്നത്. പക്ഷേ ഇതിലൂടെ ആരാധന ആർക്കാ പോകുന്നത്? സർവശക്തനായ ദൈവത്തിനാണ് പോകുന്നത്. അന്നും എന്നും അങ്ങനെ തന്നെയാണ്. എൻ്റെ ദൈവത്തെ ആരാധിക്കാനുള്ള ഇമേജുകൾ, എൻ്റെ ദൈവത്തിൻ്റെ പ്രസൻസ് വഹിക്കുന്ന സ്ഥലങ്ങൾ, എൻ്റെ ദൈവത്തിൻ്റെ പ്രസൻസ് വഹിക്കുന്ന മലകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, അത് എന്തുമായിക്കോട്ടെ, അതിനെ ദൈവവചനം വിഗ്രഹാരാധന എന്ന് വിളിച്ചിട്ടില്ല. എന്നാൽ അന്യദൈവത്തെ ആരാധിക്കുന്നു. ഇപ്പോൾ കാളക്കുട്ടി ഉണ്ടാക്കി, കാളക്കുട്ടിയുടെ ആരാധന പോയത് സത്യദൈവത്തിനല്ല. ഫോക്കസ് മാറിപ്പോയി. അത് ഇന്നും ഫോക്കസ് മാറുന്നെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇത് ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കാനായിട്ട് എൻ്റെ മമ്മിക്ക് കൊടുത്തില്ല. എന്നാൽ ആദ്യത്തേത് പറഞ്ഞിട്ട് പറഞ്ഞു, റോസുമ്മ നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു. അപ്പം മമ്മി അതിൽ
ഒരു പരിധി വരെ വീണുപോയി. പക്ഷേ ഇന്നിപ്പം ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കുടുംബമായിരുന്ന് ഡിസ്കസ് ചെയ്യുകയും മമ്മിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാൻ അവസരമുണ്ടായി. ബ്രദർ ഏത് കാലഘട്ടത്തിലാണ്, അല്ലെ ബ്രദറിന് ആ സമയത്ത് എത്ര പ്രായം ഉണ്ടായിരുന്നു? ഞാൻ 8ലും 9ലും ഒക്കെ പഠിക്കുന്ന ആ ഒരു പീരീഡിലാണ് ഇതിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന ആ ഒരു സമയം. അന്നൊരു ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ 3000 കുട്ടികൾ പഠിക്കുന്ന ഒരു കാത്തലിക് സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ മുഴുവൻ അവിടുത്തെ ഒറ്റ പെന്തിക്കോസുകാരൻ ഞാനായിരുന്നു. അപ്പോൾ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സമകാലികരും കൂടെ പഠിച്ചവരും ഒക്കെ ഒരു പക്ഷേ കണ്ടംപററിയൻസ് ആയിട്ടുള്ളവരൊക്കെ ഇപ്പോൾ ഇത് ടി വിയിലൂടെയൊക്കെ ലൈവിലൂടെയൊക്കെ കാണുന്നുണ്ട്. പെന്തിക്കോസ് എന്ന് എന്നെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരിക്കലും അതൊരു അപമാനമായിട്ട് തോന്നിയിരുന്നില്ല. കാരണം എൻ്റെ പിതാക്കന്മാർക്ക് കിട്ടിയ ഒരു പ്രകാശനമാണ്, കാരണം അല്ലെ ബൈബിളിനോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ എന്നൊരു ചിന്തയിലായിരുന്നു ഞാനും അതിൻ്റെ ഭാഗമായി പോയിക്കൊണ്ടിരുന്നത്. അന്ന് അതിനെ അഭിമാനമായിട്ട് കരുതി. അന്നതിനെ ഒരു അപമാനമായിട്ട് തോന്നിയില്ല, അഭിമാനമായിട്ട് തോന്നിയുള്ളൂ. എൻ്റെ ഡാഡി ഇന്നിപ്പം വലിയ നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേയുടെ സൈഡിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന് ഈ സ്ഥലം കൊടുത്ത് അവിടെ ഹോള് പണിയുമ്പോഴൊന്നും അവിടെ വലിയ എതിർപ്പൊക്കെ ഉണ്ടാക്കി അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിന് സ്ഥലം കൊടുത്ത് പള്ളി സ്വന്തമായിട്ട് അവിടെ കാര്യങ്ങളൊന്നും ചെയ്യുമ്പോഴും ഞാൻ എതിർത്തൊരു വാക്ക് പോലും എൻ്റെ ഡാഡിയോട് സംസാരിച്ചിട്ടില്ല. കാരണം ഇവരെന്തോ ഒരു വലിയ സത്യം കണ്ടെത്തി. ബാലകനായ എനിക്കിത് മനസ്സിലാകത്തില്ലെങ്കിലും വളരെ വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള മമ്മിക്കും ഡാഡിക്കും അതിൻ്റെ ഒരു കൺവിക്ഷൻ കിട്ടിയിട്ടുണ്ടാകും എന്ന ചിന്തയിൽ ഞാൻ വളരെ സൈലൻ്റ് ആയിരുന്നു ആ ദിവസങ്ങളിലൊന്നും. പക്ഷേ എനിക്ക് അപമാനം അസഹനീയമായിരുന്നെങ്കിൽ കൂടെ കർത്താവിനെ പ്രതിയുള്ള നിന്ന എന്ന് വെച്ച് സഹിക്കുകയായിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഇതിൽ കൂടുതൽ ആഴപ്പെട്ടത്? അവരുടെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയോ? ഇത് ശരിക്കും എവിടൊക്കെ ഒരു മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്യാനിട വന്നു. എവിടൊക്കെ മിസ്സിങ് എന്ന് പറയുന്നത് ആദ്യ ചിന്ത വന്നത് ദൈവം സ്വർണ്ണവിരോധിയാണോ? അതാണ്. എൻ്റെ മമ്മി കമ്മലുമാല ഊരിയത് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം സ്കൂളിൽ പോലും അവിടെ ആവരണം ഇടാതെ ഒരു കുട്ടിയുടെ അമ്മ വരുന്നില്ല. അപ്പോൾ എനിക്ക് വലിയൊരു മാനസിക വിഷമമായി. അപ്പോൾ ദൈവം സ്വർണ്ണവിരോധിയാണോ? സ്വർണ്ണവിരോധിയാണെങ്കിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പം ഇസ്രായേൽ മക്കളോട് പൊന്നു മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞല്ലോ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് പുറപ്പെട്ടപ്പോൾ പൊന്നുമായിട്ടാണ് പുറപ്പെടുന്നത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ചെറിയ അറിവിൽ എൻ്റെ മനസ്സിലേക്ക് കുറച്ച് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലേക്ക് വന്ന ചിന്തയാണ്, ദൈവം സ്വർണ്ണവിരോധിയാണെങ്കിൽ എന്തിനാ ദൈവത്തിന് മുമ്പാകെ ശുശ്രൂഷിക്കുന്ന പുരോഹിതൻ്റെ വസ്ത്രത്തിൽ, ജനത്തിൻ്റെ അല്ല പുരോഹിതൻ്റെ വസ്ത്രത്തിൽ ഈ പൊന്നുകൊണ്ടുള്ള കാര്യങ്ങൾ, പൊന്നൂല്, പൊൻകട്ടി, അതുപോലെ തന്നെ ദൈവം ഇറങ്ങി വരുന്ന സാന്നിധ്യമുള്ള കൂടാരത്തിൽ പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾ, സമാഗമന കൂടാരത്തിനകത്തിരിക്കുന്ന പെട്ടകം മുഴുവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞത്, അതിനുപയോഗിക്കുന്ന സ്പൂണ് പോലും പൊന്നുകൊണ്ടുള്ളത്. ശലോമോൻ്റെ ദേവാലയത്തിലാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് വില വരുന്ന പൊന്നിനെയാണ് ശേബാരാജ്ഞി കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ദേവാലയം മുഴുവൻ പൊന്നും കൊണ്ട്, അവിടെ ഉള്ളത് സാധനങ്ങൾ മുഴുവൻ പൊന്നും കൊണ്ട്. ഇപ്പോൾ AD 70 ദേവാലയം തകർക്കപ്പെടുമ്പോൾ പോലും റോമാക്കാർ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അതിനെ കുത്തി ഇളക്കിയതിൻ്റെ കാരണം തീയിട്ടപ്പോൾ സ്വർണ്ണം എല്ലാം കൂടി ഉരുകി താഴെ വീണത് പൊക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അതിനെ കുത്തി ഇളക്കിയത് AD 70 വെസ്പേസിയൻ്റെ നേതൃത്വത്തിൽ, ചരിത്രത്തിൽ. അപ്പോൾ അത്രമാത്രം സ്വർണ്ണ നിബിഡമായ ഒരു സ്ഥലത്തേക്ക് ദൈവത്തിന് ഇറങ്ങി വരാം. പക്ഷേ ദൈവത്തെ സേവിക്കുന്നവർക്ക് സ്വർണ്ണം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഒരു പാസ്റ്റർ അവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നമ്മുടെ പത്രോസ്ലീഹയുടെ ഒരു പരാമർശം. അപ്പം അത് ശരിയാ, പൊന്നും വെള്ളിയും അപ്പോൾ പത്രോസ്ലീഹയ്ക്ക് ഇല്ലായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കറൻസിയാണ് ഏതാ, പൊന്നാണയവും വെള്ളി നാണയവും. എനിക്കത് തരാൻ നിനക്കില്ല, ഞാൻ നസ്രയനായ യേശുവിൻ്റെ നാമം നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് വ്യത്യാസം ഉണ്ടാക്കി. അപ്പോൾ ഇതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ദൈവം സ്വർണ്ണവിരോധിയാണെങ്കിൽ ഈ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച കാര്യം പറയുമ്പോൾ പറയുന്നു, എൻ്റെ എലയാസർ പോയിട്ട് അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യ എടുക്കുന്ന സമയത്ത് പറയുകയാണ്, എൻ്റെ യജമാനെ ദൈവം ഏറ്റവും അനുഗ്രഹിച്ചു, അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ഒട്ടകം. അപ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്നതിനകത്ത് പറയുക പൊന്ന്. അപ്പം ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നതിൽ എവിടോ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ. കാരണം ഇത് ശരിയാണെങ്കിൽ ബൈബിളിലെ എല്ലാ വാക്യങ്ങളും ഇതിനെ അനുകൂലിക്കണമല്ലോ. മാത്രമല്ല കർത്താവിനെ നമ്മൾ കാണുന്നത് മാറത്ത് പൊൻകച്ച ധരിച്ചവനായിട്ട്, സ്വർഗത്തിൽ മുഴുവൻ സ്വർണ്ണ തെരുവീതിയാണ് അവിടെ. അപ്പോൾ ഈ സ്വർണ്ണവിരോധികളെല്ലാം കൂടെ എങ്ങനെ സ്വർഗത്തിൽ പോകും? ഇതെല്ലാം എൻ്റെ കൊച്ചു മനസ്സിലന്ന് ചിന്ത. പക്ഷേ എതിർക്കാനോ സംസാരിക്കാനോ ഒന്നും പ്രാപ്തിയില്ലാതെ ഞാൻ എൻ്റെ മമ്മിയുടെ ജ്യേഷ്ഠത്തിയുടെയൊക്കെ വീട്ടിൽ ഒരു പക്ഷേ തലശ്ശേരി അതിരൂപതയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ബിജി ആൻറ്റി എന്ന് പറഞ്ഞ മമ്മിയുടെ, എൻ്റെ ചേച്ചി, മമ്മിയുടെ ചേച്ചിയുടെ മോള് ബിജി ആൻറ്റിയുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പം ഞാൻ അന്ന് എൻ്റെ ചെറുബുദ്ധിയിൽ പറഞ്ഞത് ഒരു പക്ഷേ അവർ ഓർക്കുന്നുണ്ടാവും, ഈ കാണിക്കുന്നതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ല. കാരണം എനിക്കന്നേ ഇതിൻ്റെ അകത്ത് ഒരു കൺവിക്ഷനിലായിരുന്നു. എന്നാലും ആധികാരികമായി ഇതിനെ എതിർക്കാനുള്ള അറിവ്
എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇതിനകത്ത് വല്ല സത്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് സെമിനാരി പഠനത്തിലേക്ക് പോകാം എന്ന് ഞാൻ വിചാരിച്ചത്. സെമിനാരി പഠനത്തിലേക്ക് പോകാം. അപ്പം കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന്, ഈ സ്വർണ്ണവിരോധം. രണ്ട്, നമ്മൾ കത്തോലിക്കരായി ജീവിക്കുമ്പം പോരാട്ടം, ബന്ധനം, പിശാച്, അങ്ങനെ ഒരു ഭയത്തിൻ്റെ ഒരു ജീവിതം നമുക്കില്ല. പിശാച് അങ്ങനെ ചെയ്യും. കാരണം ഒരു പള്ളിയിൽ സാധാരണ അൽത്താരയിൽ ശുശ്രൂഷിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ വചനം കേൾക്കാൻ പോകുന്ന ഒരാൾക്കോ നിങ്ങളുടെ പുറകെ പിശാചുണ്ട്, നിങ്ങളുടെ വാഹനത്തെ ആ നഷ്ടം വരുത്താൻ പിശാചിൻ്റെ പോരുകളുണ്ട്. ഈ പോരുകൾ എന്നുള്ള പദം പോലും ഞാൻ പോരാട്ടം, ബന്ധനം, ശാപം, ഇത് കേട്ടിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഓരോ ആഴ്ചയും പിശാചിനെ അഴിക്കുക, ബന്ധനത്തെ അഴിക്കുക. അപ്പോൾ ഇത് എന്നെ വളരെ കൺഫ്യൂസ്ഡ് ആക്കി. ഞാനപ്പം സ്വതന്ത്രമായി ഉള്ള യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരു ബന്ധനോപദേശത്തിലേക്കാണോ വന്നു പെട്ടിരിക്കുന്നതെന്നുള്ള മൊത്തം ഭയത്തിൻ്റെ ഒരു ബന്ധനത്തിൻ്റെ കീഴിലേക്കായി. അതും എന്നെ ചിന്തിപ്പിച്ചു. ഇങ്ങനെ കുറേ ചിന്തകൾ വന്നുവെങ്കിലും ആധികാരികമായി എന്തെങ്കിലും പറയണമെങ്കിൽ ഈ ദൈവശാസ്ത്രം പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി ശരിക്കും ഈ വിരോധം ഉള്ളിലുള്ളപ്പോൾ ഈ വിരോധം മറച്ചു വെച്ച് വളരെ പഠിക്കണമെന്നുള്ള താല്പര്യത്തിലാണ് നന്നേ ചെറുപ്പത്തിൽ 17 വയസ്സുള്ള സമയത്ത് ഞാൻ സെമിനാരിയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം. എവിടെയായിരുന്നത്? ഞാൻ പെരുമ്പാവൂർ പെനിയൽ ബൈബിൾ സെമിനാറിലെ ബാച്ചിലർ ഓഫ് തിയോളജി എന്ന് പറയുന്ന BA ഇക്വലൻ്റ് ആയിട്ടുള്ള ബാച്ചിലർ കോഴ്സ് ചെയ്തത് ഏഷ്യൻ തിയോളജിക്കൽ അസോസിയേഷൻ്റെ. എത്ര വർഷത്തെ കോഴ്സായിരുന്നു? 4 വർഷം സെമിനാറിലായിരുന്നു. CP വർഗീസ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹീത അമേരിക്കയിലുള്ള ഒരു സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സെമിനാരി ആയിരുന്നു. ഞാനവിടെ സെമിനാരിയിൽ 4 വർഷം പെൻറ്റക്കോസ്റ്റൽ തിയോളജി, ബാച്ചിലർ ഓഫ് തിയോളജി എന്ന കോഴ്സ് 2005 ഞാൻ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. 2005 2001 മുതൽ ഉള്ള 4 വർഷം ഞാൻ അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം അവിടെ വെച്ച് വചനത്തെ അടുത്തറിയാൻ, വചനത്തോടൊപ്പം സഞ്ചരിക്കാൻ ഉള്ള അവസരമുണ്ടായി. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബൈബിൾ സ്റ്റഡി ആയിരുന്നു. തിയോളജിയുടെ 10 ഡിവിഷൻസ്, ഇപ്പം എസ്കറ്റോളജി, എക്ലീഷിയോളജി, ന്യൂമറ്റോളജി, ഇങ്ങനെ ആ തിയോളജിയുടെ പ്രോപ്പർ തിയോളജി, ഡീമനോളജി, ഏഞ്ചലോളജി, ഇങ്ങനെ ആ ശാഖകളിലൂടെ എല്ലാം പോയി ഉള്ള ഒരു വിശുദ്ധ പഠനം. അതുപോലെ തന്നെ ഗ്രീക്ക് സ്റ്റഡി, ഗ്രീക്ക് ഭാഷ പഠിക്കാനുള്ള അവസരമുണ്ടായി. ഹീബ്രു ഭാഷയുടെ ബേസിക് അവിടുന്ന് കിട്ടി. ഏറ്റവും അനുഗ്രഹീതമായ സംഭവം, അവിടെ ഒരു വലിയ 3 നില, അന്നത്തെ കാലത്ത് ഒരു 3 നില ഒരു ലൈബ്രറി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈബ്രറിയിൽ പോയി ഒരുപാട് കാര്യങ്ങൾ, മലയാളത്തിൽ ഇല്ലാത്ത പ്രസിദ്ധീകരണങ്ങൾ ഇംഗ്ലീഷിൽ പോയി വായിക്കാനും മനസ്സിലാക്കാനും ദൈവം അവസരം ഉണ്ടാക്കി. അത് വലിയൊരു അവസരമായിരുന്നു. അവിടെ നിന്നാണ് വിലയേറിയ അധ്യാപകരെ, എഡിസൺ സാറാണ് എൻ്റെ ഗ്രീക്ക് അധ്യാപകൻ, അതുപോലുള്ള ഏലിയാസ് മാത്യു സാറ്, PM എബ്രഹാം സാറ്, അവരെല്ലാം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷ, പാസ്റ്റർ തോമസ് ഫിലിപ്പ്, അദ്ദേഹം നിമിത്തമാണ് ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് വാസ്തവത്തിൽ വരുന്നത്. അദ്ദേഹം സെമിനാരിയിൽ പഠനം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷിക്കാൻ വേണ്ടി എന്നെ ചങ്ങനാശ്ശേരിയിലേക്ക്. പിന്നീട് എത്ര വർഷങ്ങൾ ബ്രദർ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ അവരുടെ ഒരു ഉപദേശകനായി, പാസ്റ്ററായിട്ട് എത്ര കാലം ഉണ്ടായിരുന്നു? പാസ്റ്റർ തോമസ് ഫിലിപ്പാണ് അങ്ങനെ ഒരു എനിക്ക് അന്ന് ആ സമയങ്ങളിലാണ് ഈ പുതിയ നിയമത്തെക്കുറിച്ചുള്ള വലിയൊരു ഉൾക്കാഴ്ച തോന്നുന്നത്. അതിന് കാരണമായത് ഈ പാസ്റ്റർ തോമസ് ഫിലിപ്പിൻ്റെ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് പ്രസംഗങ്ങളായിരുന്നു. അത് ബാക്കി എല്ലാവരും ഇങ്ങനെ ഈ ബൈബിളിലെ കഥ, ഇപ്പോൾ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ പോയി, അങ്ങനെയുള്ള കഥകൾ പറയുമ്പോൾ ഇദ്ദേഹം കുറച്ച് ഈ ലേഖനങ്ങൾ ഫോക്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കത് വളരെ, പാസ്റ്റർ തോമസ് ഫിലിപ്പിൻ്റെ ആ പഠിപ്പീരുകളും പ്രസംഗങ്ങളും വളരെ, ഞാൻ ആ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തെ അനുകരിക്കുമായിരുന്നു, വളരെ ഇഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ അദ്ദേഹം നിമിത്തമാണ് ഈ പുതിയ നിയമം വായിക്കണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ മാർഗത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പേഴ്സണാണ് പാസ്റ്റർ തോമസ് ഫിലിപ്പും. ഞങ്ങൾ ആ ചങ്ങനാശ്ശേരി സെഷനിലുണ്ടായിരുന്നു പാസ്റ്റർ ബിജി ഫിലിപ്പ്, പാസ്റ്റർ റോയ് വർഗീസ്, അങ്ങനെ കുറേ ശുശ്രൂഷകരുടെ ഒരു വൃന്ദം ഉണ്ടായിരുന്നു. അവർ ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പാസ്റ്റർ ബിജി ഫിലിപ്പ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഹൃദയത്തോട് വളരെ ചേർന്ന് ഞങ്ങൾ നേരം വെളുക്കുന്നവരെയൊക്കെ ഇരുന്ന് ബൈബിൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പം ഒരു കാര്യം വ്യക്തമാകുന്നു, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയുടെ അഭാവമാണ് ഇന്ന് ആരെങ്കിലും പരിശുദ്ധ സഭ വിട്ടു പോകുന്നുവെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത്. കാരണം സഭയിൽ എല്ലാത്തിനും ഉത്തരവുണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്, നമുക്ക് കൃത്യമായ ഒരു ബൈബിൾ സ്റ്റഡി നമ്മുടെ സാധാരണ ജനത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഡിഫൻഡ് അല്ലെങ്കിൽ ഒരു കൗണ്ടർ, ഈ ഇവർ ഉയർത്തുന്ന ആർഗ്യുമെന്റിനെതിരെ പറയാൻ ബൈബിളിൽ തന്നെ അതിന് ആൻസർ ഉണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഈ നാണയത്തിന്റെ മറുവശം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരാൾ പോലും ഇത്രയും കെട്ടുറപ്പുള്ള നൂറ്റാണ്ടുകളുടെ അടിത്തറയുള്ള ഈ സഭ വിട്ട് പോവുകയും. അപ്പോൾ ബ്രദറെ, നമുക്കിതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ ബൈബിളിൽ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി
നമുക്ക് ഇതുവരെയും കാര്യമായിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസികളിൽ പലരും മറ്റു വിശ്വാസങ്ങളിലേക്ക് മാറിപ്പോകാനുള്ള കാരണമായി തീർന്നിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. എക്സാക്ട്ലി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ വിശ്വാസത്തിൽ നിന്ന് സഹോദരൻ സജിത് ജോസഫ് എങ്ങനെയാണ് തിരിച്ചു വന്നത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്ക് വരുന്ന ഒരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. അതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.